സത്യത്തിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ വിലയിരുത്തുന്ന ആർക്കും അറിയാൻ സാധിക്കും, അദ്ദേഹത്തിന് വലിയ കഴിവൊന്നുമില്ല. അദ്ദേഹം നല്ല പ്രാസംഗികനല്ല, നല്ല ചിന്തകനല്ല, നല്ല എഴുത്തുകാരനല്ല. ഒരു മേഖലയിലും അദ്ദേഹം ഒരു കഴിവ് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ഗുണ്ടായിസം മാത്രമാണ് എം.വി. രാഘവനിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ നേതാവായി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, അദ്ദേഹത്തിന് വലങ്കൈയായിട്ട് കോടിയേരി ഉണ്ടായിരുന്നു, ഇടങ്കൈയായിട്ട് ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു. കോടിയേരിയുടെ അതിബുദ്ധിയും ഈ ജയരാജന്റെ കുരുട്ടുബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചാണ് പിണറായി വിജയൻ അടിവെച്ച് കയറിയത്. നമസ്കാരം. ബി.ജെ.പി. ബാന്ധവം ആരോപിച്ച് ജയരാജനെ പുറത്താക്കുകയും സ്ത്രീ വിഷയങ്ങളിലുള്ള ആരോപണം നേരിടുന്ന മുകേഷിനെ അകത്താക്കുകയും ചെയ്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഴയ സഹപ്രവർത്തകനായ ശ്രീ അബ്ദുള്ളക്കുട്ടി ജയരാജനെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ജയരാജനും പിണറായിയുമായിട്ടുള്ള ബന്ധം വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ഗോവിന്ദൻ മാഷ് സിദ്ധാന്തത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ യുഗത്തില് ഈ സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പൊരുത്തക്കേട് CPM-ൽ പ്രകടമാണ്. അതാണ് ഈ തീരുമാനത്തിലും തെളിയുന്നത്. ജയരാജനെ സംബന്ധിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ജയരാജൻ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂരിലെ CPM കെട്ടിപ്പടുക്കുന്നതിൽ ചോരയും നീരും വറ്റിച്ച് പ്രവർത്തിച്ച, ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു മാതൃക പാർട്ടി പ്രവർത്തകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഒരു അനീതിയാണ് എന്നുള്ള തോന്നൽ പൊതുവെ പൊതുമണ്ഡലത്തിൽ ഉണ്ട്. മാത്രമല്ല മുകേഷിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ വൈരുദ്ധ്യം നമ്മളിപ്പം പ്രകടമായിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ജയരാജന്റെ വീഴ്ചയായിട്ടല്ല ഞാൻ കാണുന്നത്, ഇത് പിണറായി വിജയന്റെ അധപ്പതനമായിട്ടാണ്. ഈ പിണറായി വിജയൻ വളരെ ദുർബലനായി എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഇടങ്കൈയായിട്ടുള്ള ജയരാജന്റെ ഈ വീഴ്ച. സത്യത്തിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ വിലയിരുത്തുന്ന ആർക്കും അറിയാൻ സാധിക്കും, അദ്ദേഹത്തിന് വലിയ കഴിവൊന്നുമില്ല. അദ്ദേഹം നല്ല പ്രാസംഗികനല്ല, നല്ല ചിന്തകനല്ല, നല്ല എഴുത്തുകാരനല്ല. ഒരു മേഖലയിലും അദ്ദേഹം ഒരു കഴിവ് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ഗുണ്ടായിസം മാത്രമാണ് എം.വി. രാഘവനിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ നേതാവായി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, അദ്ദേഹത്തിന് വലങ്കൈയായിട്ട് കോടിയേരി ഉണ്ടായിരുന്നു, ഇടങ്കൈയായിട്ട് ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു. കോടിയേരിയുടെ അതിബുദ്ധിയും ഈ ജയരാജന്റെ കുരുട്ടുബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചാണ് പിണറായി വിജയൻ അടിവെച്ച് കയറിയത്. നിങ്ങൾ നോക്കൂ, CPM-ന്റെ ഒരു മഹാശക്തിയായിരുന്നു EMS-ന്റെ അനുഗ്രഹാശിസ്സോടുകൂടി പ്രവർത്തിച്ച CIT ഗ്രൂപ്പ്. ലോറൻസും രവീന്ദ്രനാഥിനെ പോലുള്ള മഹാരഥന്മാർ നയിച്ച ആ ഗ്രൂപ്പിനെയും അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ ആൾമരത്തെയും തകർത്ത് തരിപ്പണമാക്കി പിണറായി വിജയന്റെ കയ്യിലേക്ക് പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതിന് കാരണം പിണറായി വിജയന്റെ കഴിവല്ല, ഞാൻ പറയും അത് കോടിയേരിയുടെയും ജയരാജന്റെയും സഹായത്തോടുകൂടി അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കോടിയേരി ഇല്ലാതായി, ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇല്ലാതായി. ഇത് പിണറായി വിജയന്റെ നാശത്തിന്റെ സമയം കുറക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും കണ്ണൂരിലെ CPM-നകത്ത് ഒരുപക്ഷെ കേരളത്തിലെ CPM-നെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു
ഗ്രൂപ്പായിരുന്നു കണ്ണൂർ ലോബി. കണ്ണൂർ ലോബിയുടെ ബലഹീനതയും ലോബിയുടെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് ജയരാജന്റെ ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജയരാജൻ ഈ പതുങ്ങി നിൽക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കുന്നത് വലിയ ഒരു പൊട്ടിത്തെറിയായിട്ട് മുന്നോട്ട് വരുമോ? ഈ കാര്യങ്ങൾ ഇടവും വലവും നിൽക്കുമ്പോൾ ഇതിന്റെ ആദ്യകാലം തൊട്ട കാര്യങ്ങൾ മൊത്തം ജയരാജൻ അറിയാമല്ലോ. അപ്പൊ ജയരാജൻ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? ഈ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കിയ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് അക്രമം, മറ്റൊന്ന് അഴിമതി. ഇത് രണ്ടിനും വേണ്ടി ചാവേറായി പ്രവർത്തിച്ച ജയരാജന്മാരിൽ പ്രമുഖനാണ്. കണ്ണൂരിൽ 3 ജയരാജന്മാരാണല്ലോ. അതിൽ ആ ജയരാജന്മാരിൽ പ്രമുഖനാണ് ഈ വെടികൊണ്ട ജയരാജൻ. വെട്ടുകൊണ്ട ജയരാജനുണ്ട്, വളറി വിളിച്ച ജയരാജൻ, മറ്റു 2 ആളുണ്ട്. അപ്പോൾ ഇദ്ദേഹം വാ തുറക്കുകയാണെങ്കിൽ പിണറായി വിജയന് മാത്രമല്ല, കമലയിടത്തിക്കും മരുമകൻ റിയാസിനും മകൾ വീണക്കുമെല്ലാം തൂങ്ങിച്ചാവേണ്ടി വരും, രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ജയരാജൻ അതിന് തയ്യാറാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം കാതോർക്കുന്നത്. അല്ല, പഴയ സഹപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഈ വിഷമഘട്ടത്തിൽ ജയരാജനെ കണ്ട് എന്തെങ്കിലും സമാശ്വാസ വാക്കുകൾ പറയാൻ ശ്രമിക്കുമോ അങ്ങ്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് രാഷ്ട്രമാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും ശക്തിക്കും വേണ്ടി നിലപാട് സ്വീകരിച്ചു വരുന്ന ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ തുടക്കമാണ് പാർട്ടിയുടെ. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഈ ഇടതുപക്ഷത്തുനിന്ന് രാജിവെച്ച് ജയരാജൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാവോ? BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. നരേന്ദ്രമോദിജി ആദ്യ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ക്യാമ്പയിൻ തുടങ്ങും. ഞങ്ങളെല്ലാം ഓരോ ബൂത്തിലേക്ക് പോവുകയാണ്. ഞാൻ അഴീക്കോട് മണ്ഡലത്തിലെ 118-ാം നമ്പർ ബൂത്തിലാണ് 2-ാം തീയതിയും 3-ാം തീയതിയും ഫുൾ ടൈം മെമ്പർഷിപ്പ് ചേർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോ പ്രവർത്തകരും, ഓരോ നേതാവും അവര് നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു വലിയ പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള പാർട്ടി BJP ആണ്. ഇന്നിപ്പോൾ 18 കോടിയോളം മെമ്പർമാരുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്ക് 9 കോടി മെമ്പർഷിപ്പേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരു ലോകത്തിലെ തന്നെ ഒരു വലിയ ജനാധിപത്യ വേദിയാണ്. തീർച്ചയായും ഈ പ്രസ്ഥാനത്തിലേക്ക് നിരവധി ആളുകൾ CPM-ൽ നിന്ന് വരും. നമുക്കറിയാം, കേരളത്തിൽ CPM-ന്റെ ഗ്രാമങ്ങളിൽ നിന്ന്, പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ നമുക്ക് നിശബ്ദമായി വോട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലെ വിജയം മാത്രമല്ല, കേരളത്തിലെ BJPയുടെ വലിയ ജനമുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതാണ്. ആ വിഭാഗത്തെ എല്ലാം മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിൽ BJPയുടെ മെമ്പർഷിപ്പ് നമുക്കറിയാവുന്നതുപോലെ ഡിജിറ്റലാണ്. ഒരു മിസ്ഡ് കോളിലൂടെ മെമ്പറാവാൻ സാധിക്കും. തീർച്ചയായും ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി രാഷ്ട്രമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ആർക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് വരാവുന്നതാണ്.